أما بعد فأعوذ بالله من الشيطان الرجيم واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്ത് യാസീനിൽ 74-75 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് കേട്ടത്. ഏതാനും ആയത്തുകൾ മാത്രമേ ഇനി ഈ അധ്യായത്തിൽ ബാക്കിയുള്ളൂ. കഴിഞ്ഞ നമ്മുടെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറേബ്യൻ മുശ്രിക്കുകളോട് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അവരുടെ വലിയ സമ്പത്തിൻ്റെ സോഴ്സും അതിൻ്റെ കേന്ദ്രവുമൊക്കെയായ കാലി സമ്പത്തിനെ അവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിച്ചതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന 3 ആയത്തുകളായിരുന്നു നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവർക്കത് സൃഷ്ടിച്ചു കൊടുത്തതെന്നും അതിനെ മെരുക്കിക്കൊടുത്തതെന്നും ഇണക്കിക്കൊടുത്തതെന്നും അത് മുഖേന അവർക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, അവർ അതിൽ നിന്നാണ് ഭക്ഷിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പാലാണ് കുടിക്കുന്നത്, ഒട്ടേറെ ഉപകാരങ്ങൾക്ക് അവരുടെ സവാരി മൃഗങ്ങളായും യാത്രാവാഹനമായും ഒക്കെ അവരതിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ആ അനുഗ്രഹങ്ങളൊക്കെ അവരെ ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനം അല്ലാഹു പറഞ്ഞു, വലഹും ഫീഹാ മനാഫിഉ വമശാരിബ് അഫലാ യശ്കുറൂൻ. ഇതൊക്കെ അല്ലാഹു പറയുന്നത് എന്തിനായിരുന്നു? ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നവനാണ് അല്ലാഹു. എന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കാത്തതെന്ത്? നിങ്ങൾക്ക് നന്ദി കാണിച്ചുകൂടെ? അത് ചോദിക്കാൻ പ്രത്യേകം കാരണം നമ്മൾ കഴിഞ്ഞ ആ ആയത്ത് വിശദീകരിച്ചിടത്ത് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവയെ സൃഷ്ടിച്ചത്, അത് അവരും സമ്മതിക്കുന്നു. അവയ്ക്ക് വേണ്ട വെള്ളം കുടിക്കാൻ ആവശ്യമായ നിലക്ക് തീറ്റകൾ കിട്ടാനും ചെടികൾ മുളക്കാനും ആവശ്യമായ മഴ ഉപരിഭാഗത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കുന്നത് ആരാണെന്ന് അവരോടും ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. അപ്പം അവറ്റക്ക് കുടിക്കാനുള്ള വെള്ളം, അവയ്ക്ക് ഭക്ഷിക്കാനുള്ള പുല്ലും അതിൻ്റേതായ തീറ്റയും അതൊക്കെ അടങ്ങുന്ന സർവ്വകാര്യങ്ങളും ഒക്കെ അള്ളയാണ് കൊടുക്കുന്നത്. സൃഷ്ടിച്ചതല്ല, പോറ്റുന്നതല്ല, എല്ലാം നൽകുന്നതല്ല. അതൊക്കെ ആയിട്ട് പോലും പിന്നെയും അവരെന്താ ചെയ്യുന്നത്? അതേ കാലിസമ്പത്തിൽ നിന്ന്, മൃഗസമ്പത്തിൽ നിന്ന് ഒരു വിഹിതത്തെ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കും. എന്നിട്ട് അല്ലാഹു അല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടവർ ബലിക്കല്ലിൽ വെച്ചും അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചും അവരെ അറുക്കും. അതിനെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അത് അല്ലാഹു അല്ലാത്തവരുടെ മേൽ അറുക്കപ്പെട്ടത് നിഷിദ്ധമാണ്, അല്ലാഹു പൊറുക്കാത്ത പാതകമാണ്, അത് ഭക്ഷിക്കാൻ പോലും പാടില്ല തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ അതിൻ്റെ ശേഷമാണ് അവതരിക്കപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ അല്ലാഹു ഈ ആയത്തിലൂടെ, ഈ യാസീൻ അധ്യായത്തിലൂടെ ചെയ്തു കൊടുത്തിട്ടുള്ള നിഅമത്തുകൾ മുഴുവനും എടുത്തു പറയുന്നത് എന്തിനാണ്? ഇതൊക്കെ ചെയ്ത് തന്നിട്ടുള്ള അല്ലാഹുവിൽ നിന്നും വിട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ശിർക്ക് ചെയ്യുന്നത്? നിങ്ങളെന്താ ഈ ആലോചിക്കാത്തത്? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? എന്നിങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞ വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇനി തുടർന്നുകൊണ്ടുള്ള 2 ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താ? ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ട ആയത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവർ ഈ മൃഗസമ്പത്തിനെയും ഈ അനുഗ്രഹങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു, അവയുടെ ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു, അവയ്ക്ക് വേണ്ടി ബലിയർപ്പണം നടത്തുന്നു പോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുകയാണ്. അത് വ്യക്തമായി തന്നെ അല്ലാഹു തുടർന്നുകൊണ്ടാണ് പറയുകയാണ്, വത്തഖദൂ, അവർ സ്വീകരിക്കുകയും ചെയ്തു. ഇത്തഖദ, അവർ സ്വീകരിക്കുകയും ചെയ്തു. ഇത്തഖദൂ, അവർ സ്വീകരിക്കുകയും ചെയ്തു. മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ, അല്ലാഹുവിന് പുറമെ അവർ സ്വീകരിക്കുകയും ചെയ്തു. അവർ നിശ്ചയിക്കുകയും ചെയ്തു ആലിഹത്തൻ, ചില ദൈവങ്ങളെ. ഒക്കെ ചെയ്തു കൊടുത്തത് അള്ളയാണ്.
ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളിൽ പോലും പലരും പറഞ്ഞു, ഇത് പുതുമ തോന്നുന്നു അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഈ മൃഗങ്ങളെ നേർച്ചയാക്കുന്നത്. എന്താ കാരണം? സൃഷ്ടിച്ചത് അള്ളാഹ്, അവർക്ക് വേണ്ടതെല്ലാം തരുന്നത് അള്ളാഹ്. പിന്നെന്താ അവന്റെ പ്രീതിക്കപ്പുറം മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ഇതിന് നേർച്ചയാക്കിയിടുന്നത്? ജാഹിലിയത്തിൽ പോലും ഒരു തൗഹീദിയായ ആ ഇബ്രാഹിമി മില്ലത്തിൽ നിലനിന്നിരുന്ന ആളുകൾ അത്ഭുതം കൂറിയിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ വളരെ വ്യക്തമായി അള്ളാഹു പറയാണ്, വത്തഖദൂ, അവർ സ്വീകരിക്കുകയും ചെയ്തു, മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ, ആലിഹത്തൻ, ദൈവങ്ങളെ, ഇലാഹുകളെ. ഇലാഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആലിഹത്ത് എന്ന് പറഞ്ഞാൽ. ആലിഹത്ത് എന്ന് പറഞ്ഞാൽ കള്ള ദൈവങ്ങൾ, വ്യാജ ദൈവങ്ങൾ. അല്ലാതെ ഇലാഹായിട്ട് അള്ളാഹ് മാത്രമല്ലേ ഉള്ളൂ. എന്തിനാ അവർ സ്വീകരിച്ചത്? എന്തിനാ അവരങ്ങനെ ആലിഹത്തിനെ അവർ സ്വീകരിച്ചത്? എന്തിനാ? ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുന്നവരായേക്കാൻ വേണ്ടി. ആര്? ഈ ആരാധിക്കുന്ന ആളുകൾക്ക് ആരാധ്യന്മാരിൽ നിന്ന് എന്ത് കിട്ടണം? സഹായം കിട്ടണം. അങ്ങനെ തങ്ങൾക്ക് സഹായം ലഭിക്കപ്പെടണം എന്ന മോഹവുമായി, ആശയുമായിട്ട് ഇവർ എന്ത് ചെയ്തു? അള്ളാഹുവിന് പുറമെ വേറെ കുറേ ഇലാഹുകളെ, ആലിഹത്തുകളെ അവർ സ്വീകരിച്ചു, അവർ നിശ്ചയിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇവർ സ്വീകരിച്ച ഈ ആലിഹത്തുകളുടെ നിസ്സഹായതയും ദുർബലതയും ബോധ്യപ്പെടുത്തുകയാണ്. ലാ യസ്തതിഊൻ, അവർക്ക് സാധിക്കുകയില്ല. ആരാണ് ഈ അവർ? ഇവർ ആരെയാണോ ആരാധിക്കുന്നത് ആലിഹത്തുകളായി കണ്ടതെങ്കിൽ ആ ആലിഹത്തിന് സാധിക്കുകയില്ല. ലാ യസ്തതിഊന, അവർക്ക് സാധിക്കുകയില്ല. ഇവിടെ കുറേ ലമീറുകൾ വരുന്നുണ്ട് കേട്ടോ. അവർ, ഇവർ, അവർ, ഇവർ ഇതൊക്കെ വരും. അവിടെയൊക്കെ ഓരോന്നും ആരാന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ആകെ താളം തെറ്റും അർത്ഥം പറയുമ്പോൾ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. ലാ യസ്തതിഊന, അവർക്ക് സാധിക്കുകയില്ല. ആ അവർ എന്ന് പറഞ്ഞാൽ ആലിഹത്താണ്. നേരെ പറഞ്ഞ ആലിഹത്തില്ലേ, ഇവർ ഈ സ്വീകരിച്ചിട്ടുള്ള ദൈവങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്ന ആളുകൾക്ക് സാധിക്കുകയില്ല. നസറഹും, ഇവരെ സഹായിക്കാൻ. അതാരാ ഇവര്? ആരാധിക്കുന്ന ആളുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ. ഇവരെ സഹായിക്കാൻ അവരെ കൊണ്ട് സാധിക്കുമോ? സാധിക്കൂ. വഹും, അവർ, ഇനിയൊരു അവർ വരികയാണ്. അവർ, ലഹും, ഇവർക്ക്. പതേതാവഹും, ഈ ആരാധിക്കുന്ന ആളുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ. ഒരു തഫ്സീറാണ്, അതാണ് ഏറ്റവും പ്രസിദ്ധമായതും കാര്യം വളരെ വ്യക്തമാകുവാൻ ഉപകരിക്കുന്ന നിലക്കുള്ള തഫ്സീറും അതാണ്. വഹും, അവർ, അവർ എന്ന് പറഞ്ഞാൽ ഈ അറേബ്യൻ മുശ്രിക്കുകൾ, അവരാണല്ലോ മറ്റുള്ളവരെ ആരാധിക്കുന്നത്. അവർ, ലഹും, ഇവർക്ക്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ആരാധ്യന്മാർക്ക്, ഈ ഇലാഹുകൾക്ക്, ഇവർ പൂജിക്കുന്ന ഇലാഹുകൾക്ക്, ജുന്ദും മുഹ്ദറൂൻ, ജുന്ദുൻ, സൈന്യങ്ങളുമാണ്. മുഹ്ദറൂൻ, ഹാജരാക്കപ്പെടുന്ന സൈന്യങ്ങളുമാണ്. സന്നദ്ധ സേവകരാണ്, സന്നദ്ധ സൈന്യങ്ങളുമാണ്. എന്താണ് പറയുന്നത്? നീ നമുക്ക് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം എന്താ ഇവിടെ പറഞ്ഞത്? ഇത് സൂറത്ത് യാസീനാണ് കേട്ടോ. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഈ യാസീനാണ് സർഗ ദീർഘയിൽ ഊതുക. ഇതിലൊക്കെ ഇതിലെ വിരോധാഭാസം നമ്മൾ മനസ്സിലാക്കണം. യാസീൻ സൂറത്തിന് അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ. ഈ യാസീനാണ് സകല ദീർഘയിലും പോയിട്ട് ഇങ്ങനെ ഊതുക. ആ യാസീൻ അവസാനിക്കുന്നതിന് മുമ്പാണ് ഈ പറയുന്നത്. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. വത്തഖദൂ മിൻ ദൂനില്ലാ, അവർ അള്ളാഹുവിന് പുറമെ സ്വീകരിക്കുകയും ചെയ്തു ആലിഹത്തൻ, ചില ഇലാഹുകളെ. എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിച്ച ഇലാഹുകൾ, അസനാമുകളുണ്ട്, അതായത് അഹ്ജാർ, കല്ലുകളുണ്ട്, അഷ്ജാർ, മരങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഖബറുകളുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരിൽ ഉസൈർ, അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇവരെയൊക്കെ, അതുപോലെ തന്നെ മലായിക്കത്ത്, മലക്കുകൾ, ഇവരെയൊക്കെ അവരെന്തിയിട്ടുണ്ട്? ആലിഹത്തുകളായി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ആലിഹത്തുകളായി സ്വീകരിക്കാന്ന് പറയുന്നിടത്താണ് പലരും ആൾക്കാർ പറയും, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആൾക്കാരല്ലേ, അപ്പൊ ആലിഹത്തിനെ സ്വീകരിക്കുന്ന എന്തിനാ നമ്മളെ നാട്ടിൽക്കത് ചേർക്കുന്നത് എന്നാണ് ചില ആൾക്കാരുടെയൊക്കെ സംശയം.
എന്താ ഒരു വസ്തുവിനെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെ ഞാൻ ഇലാഹാണ് എന്ന് ഞാൻ എഴുതി ഒപ്പിടൊന്നും വേണ്ട. മറിച്ച് എനിക്ക് ഇലാഹായ അള്ളാഹു, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം ഒരു ശക്തിയിൽ എനിക്കുണ്ടായാൽ മതി. അറേബ്യൻ മുശ്രിക്കുകൾ ഉദാഹരണമായി അവർ പൂജിച്ചിരുന്നൊരു മരമുണ്ട്, ഒരു ആരാധ്യ വൃക്ഷം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ദാത്തു അൻവാത്ത്. ആ ദാത്തു അൻവാത്ത് അറേബ്യൻ മുശ്രിക്കുകൾ അതിനെ ബഹുമാനിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയോ? അവർ വല്ല യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ആ ദാത്തു അൻവാത്തുമ്മൽ ആ മരത്തിൻ്റെ ചില്ലകളിൽ ഇവരുടെ വാള് തൂക്കിയിടും. കുറച്ചു നേരത്തിന് ബറക്കത്ത് ചാർജ് ചെയ്യാൻ വാളയിമ തൂക്കിയിടും. അയിമ തൂക്കിയിട്ടിട്ട് കുറച്ചു നേരം വാളയിമ കൊളുത്തിട്ടിട്ട് അതെടുത്തിട്ട് യുദ്ധം ചെയ്താൽ പിന്നെ യുദ്ധം ജയിക്കുന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ അവർ ഒരു പ്രത്യേക ആ രൂപത്തിൽ ആരാധിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന ഇതന്നെ. അല്ലാതെ ആ മരമാണ് ലോകം പടച്ചതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ആ മരമാണ് ലോകത്തിൻ്റെ റബ്ബ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഹുനൈൻ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും കൂടെ പോകുന്ന വഴിക്ക് മരണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി അപ്പോൾ ഹുനൈൻ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടമാനം സഹാബികൾ പങ്കെടുത്ത യുദ്ധമാണ്. ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ആളൊക്കെ നല്ലോണം കൂടിയാണ് ഹുനൈൻ യുദ്ധത്തിലെ. അപ്പം അതിൽ പുതുമുസ്ലിമീങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത് ഇസ്ലാമിലേക്കാണ് വന്നവർ. അങ്ങനെ അവർക്ക് മുഴുവൻ പാഠങ്ങളും ഒന്നുകൊണ്ട് മനസ്സിലായിട്ടില്ല, അവിടെ ഉറച്ചിട്ടില്ല. അപ്പം ഇവരിങ്ങനെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, നബിയെ ഇജഅൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അവർക്കൊക്കെ ഒരു ദാത്തു അൻവാത്ത് ഉണ്ടല്ലോ, ഒരു തൂക്കിയിടാനുള്ള ഒരു മരം ഉണ്ടല്ലോ, അതേമാതിരി നമുക്കും ഒന്ന് നിശ്ചയിച്ചു തരും നബിയെ. അവനെ ബേജാറില്ലാതെ പോയിട്ട് ആ ആളുകൊണ്ട് പോയിട്ട് യുദ്ധം ചെയ്ത് നമുക്ക് ജയിക്കാലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. മൂസാ നബി അലൈഹിസ്സലാമിനോട് തൻ്റെ ജനത ഇജഅൽ ലനാ ആലിഹത്തൻ കമാ ലഹും ആലിഹ, അവർക്കൊക്കെ ഇലാഹുകളുള്ളതുപോലെ മൂസാ നബിയെ നിങ്ങൾ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരൂ എന്ന് നന്ദി കെട്ടവരായ ജനത മൂസാ നബിയോട് ചോദിച്ചിട്ടുണ്ട്. അതേ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോന്ന് ആരാ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടാ പറയുന്നത്? സഹാബിമാരോട്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഈ ദാത്തു അൻവാത്തിന് ഇതിലും വാള് തൂക്കിയിട്ടിട്ട് അതുകൊണ്ട് യുദ്ധത്തിന് പോയാൽ ജയിക്കുന്നുള്ള അതേ വിശ്വാസമാണോ നിങ്ങൾക്കും ഉള്ളതെങ്കിൽ അതിനെ ഇലാഹാക്കലായി. കാരണം അള്ളാഹു അങ്ങനെ ഒരു പുണ്യവൃക്ഷത്തെ നിശ്ചയിച്ചു തന്നിട്ടില്ല. അള്ളാഹ് നിശ്ചയിച്ചു തരാത്തൊരു സബബ്, അള്ളാഹ് നിശ്ചയിച്ചു തരാത്തൊരു കാരണം അതിമെന്നാണ് തൂക്കിയിടുമ്പോഴേക്കും നിങ്ങൾക്ക് ജയം കിട്ടും എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, അവൻ നിശ്ചയിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതിനിപ്പോൾ ഇലാഹാന്ന് ഇപ്പോൾ വിശേഷിപ്പിച്ചില്ലേ? ആരാ വിശേഷിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി. എന്താ ഇലാഹാക്കി? ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്. റബ്ബാണെന്നോ ഒന്നുമല്ല, മറിച്ച് ഇലാഹായ അള്ളാഹുവിനാണ് മനുഷ്യൻ്റെ സഹായങ്ങളും രക്ഷയും എല്ലാം അവനാണ്. അവൻ നിശ്ചയിച്ച കാരണങ്ങളിലൂടെ നമ്മൾ സമീപിക്കുമ്പോൾ അതിന് നമുക്ക് പ്രശ്നമില്ല. നിശ്ചയിച്ച കാരണങ്ങൾക്കപ്പുറം അതാ ഭൗതികം എന്ന് പറയുന്നത്, അതാണ് അഭൗതികം എന്ന് പറയുന്നത്. അതിൽ അങ്ങനെ ആ രൂപത്തിലുള്ളൊരു വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ അത് ആ വ്യക്തിയിൽ ഇലാഹാക്കലായി. അല്ലാതെ നമ്മൾ ഇലാഹാണെന്ന് എഴുതി ഒപ്പിടുകയൊന്നും വേണ്ട. സർവശക്തനായ അള്ളാഹുവാണ് എവിടെ നിന്ന് നാം വിളിച്ചാലും നമ്മുടെ വിളി കേട്ട് ഉത്തരം ചെയ്യുന്ന ഒരൊറ്റ ശക്തി. അതേ കഴിവ് വേറെ ഒരാൾക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അതായത് അള്ളാഹുവേ രക്ഷിക്കണേന്ന് ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എൻ്റെ മനസ്സ് വായിക്കുന്നുണ്ട്, എൻ്റെ എന്ത് സങ്കടമാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, അത് ഉത്തരം ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ അള്ളാഹുവേ രക്ഷിക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതേപോലെ മറ്റൊരു ശക്തിയെ ഒരാൾ വിളിച്ച് തേടുകയാണ്. അയാൾ വിശ്വാസം എന്താണ്? ഈ കഴിവൊക്കെ ഈ വ്യക്തിക്കുണ്ട്. പിന്നെ ഒരൊറ്റ പ്രത്യേകതയുള്ളൂ, എന്ത്? അള്ളാഹുടെ ആരും കൊടുത്തതല്ല, ഇവരതൊക്കെ അള്ളാഹ് മുഴുവനാണ്ട് കൊടുത്തതാണ്. അപ്പം അള്ളാഹ് കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിനോട് ചോദിക്കണം, ഒക്കെ അവരോടും ചോദിക്കുക എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, അതൊരിക്കലും ശരിയല്ല. അള്ളാഹു അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും അള്ളാഹിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തോളാൻ വേണ്ടി ആരും നിശ്ചയിച്ചിട്ടില്ല ഖലീഫയായിട്ട്. ഇതൊക്കെ ഞാനാണ് തീരെ എഴുതിക്കോളും, നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടതില്ല, ഒക്കെ അവിടെയാണ് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണോ അവിടെ ചോദിക്കണോ അതൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലുള്ള എല്ലാ തരീക്കത്തുകളും പഴച്ച
പഴച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ ത്വരീക്കത്തുകാരും അവരൊക്കെ പറയണ എന്താ വെച്ചാൽ മൊയ്തീൻ ഷെയ്ഖേന്ന് വിളിച്ചാൽ വിളി കേൾക്കണത് അള്ളയാണ്, അള്ളാന്ന് വിളിച്ചാൽ വിളി കേൾക്കണ ആരാണ്? മൊയ്തീൻ ഷെയ്ഖാണ്. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരു കഴിവ് അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു ചുരുക്കി പറയണം, നമ്മൾ പലപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം അവർ ആലിഹത്തുകളെ സ്വീകരിച്ചു. എന്തിനാണ്? ഇപ്പം അറേബ്യൻ മുശ്രിക്കുകൾ ലാത്ത, ഉസ്സ, മനാത്ത്, ഹുബല്, അതുപോലെ തന്നെ അവർ പൂജിച്ചിരുന്ന പലതും ഉണ്ടായിരുന്നു. ഇസാഫ്, നായില, അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പേരിൽ, അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പേരിൽ ചിത്രങ്ങൾ, കഅബാലയത്തിൻ്റെ ചുവരുമ്പൽ രൂപങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. യാത്ര പുറപ്പെടുമ്പോൾ അവർ അവിടെ പോയിട്ട് സമ്മതം ചോദിക്കും. അമ്പുകുറ്റിയിൽ നിന്നൊരു അമ്പെടുക്കും, എന്നിട്ട് നോക്കും, ഇഫ് അൽ ചെയ്തോന്ന് പറഞ്ഞാൽ അവർ പോകും. പക്ഷിയെ എടുത്ത് പറപ്പിക്കും. പക്ഷി വലത്തോട്ട് പാറിയാൽ യാത്രാ കച്ചവടം കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ്, ഇടത്തോട്ടാ പാറിയതെങ്കിൽ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നു. അപ്പം ഈ വിധത്തിലുള്ള സകല അന്ധവിശ്വാസങ്ങളും നിറഞ്ഞു നിന്നിരുന്ന ജനത പലതിനെയും അവർ ആരാധിച്ചു. അതിൽ കല്ലും മരം എന്ന് പറയുമ്പോൾ കേവലം കല്ലും മുട്ടിയായിട്ടുമല്ല, അതിൻ്റെയൊക്കെ പിന്നിൽ അവരുദ്ദേശിക്കുന്ന ചില ശക്തികളുണ്ട്. ഇതും നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ആ വിധത്തിൽ അവർ ആലിഹത്തുകളെ സ്വീകരിച്ചു. എന്തിന്? ലഅല്ലഹും, അവർ ആയേക്കാൻ, യുൻസറൂന, ലഅല്ലഹും യുൻസറൂൻ, ഇവർ സഹായിക്കപ്പെടാൻ വേണ്ടി. അപ്പം അവരിൽ നിന്ന് ഇവർക്ക് സഹായം കിട്ടണം, അതിനാണല്ലോ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലും പറഞ്ഞു, അതുപോലെ തന്നെ സൂറത്ത് സുമറിലും പറഞ്ഞു. അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെയും ആരാധിക്കുന്നതിൻ്റെയും ഒക്കെ ലക്ഷ്യങ്ങൾ അവരുടേത് പ്രധാനപ്പെട്ടത് എന്തെന്നെയാണ്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിങ്കലേക്ക് ഞങ്ങളെ ഇവരെ അടുപ്പിക്കണം. നമുക്ക് നേരിട്ട് അള്ളാഹിനോടാണ് ചോദിച്ചാൽ കിട്ടൂല. അപ്പം ഇവർ പിന്നെ പറഞ്ഞിട്ട് ഇവരെ പ്രീതിപ്പെടുത്തിയാൽ ഇവർ നമ്മളെ അള്ളാഹുവിലേക്കാണ്ട് അടുപ്പിച്ച് കാര്യം നേടിച്ച് തന്നോളും. ഇതിനാണ് അവർ മറ്റുള്ളവരെ വിളിച്ച് ആരാധിക്കുന്നത്. അള്ളാഹുവിലേക്ക് എത്തലന്നെ അവർ ലക്ഷ്യം, മനസ്സിലാക്കണം. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. സൂറത്ത് യൂനുസിലും പറഞ്ഞു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള റെക്കമെൻഡുകാരാണ് എന്ന് പറഞ്ഞാൽ ഇവരെ പ്രീതിപ്പെടുത്തുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ പേരിൽ നേർച്ചയാക്കിയിടുക, അവർക്ക് അറിവ് നടത്തുക, അവർക്ക് പിന്നെ കാര്യസമ്പത്തും നാണയസമ്പത്തും അതുപോലെ തന്നെ പിന്നെ കാർഷിക സമ്പത്തിൽ നിന്നൊക്കെ അവർക്ക് നേർച്ചയാക്കിയിടുക, അങ്ങനെ അവരുടെ മുമ്പിൽ പോയിട്ട് നമിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്താൽ അവർ നമ്മളോട് കനിയും. അപ്പോൾ അവർ അള്ളാഹിനോട് കാര്യങ്ങൾ പറഞ്ഞ് നേടിത്തരും. ഇതാണ് അവർ ചെയ്യുന്ന വിശ്വാസം. ഇങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അള്ളാഹു അല്ലാത്തവരെ എന്താക്കി സ്വീകരിച്ചത്? ആലിഹത്തുകളാക്കി സ്വീകരിച്ചത്. എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടാവുമോ? ഉണ്ടാകാൻ പോകുന്നില്ല. ഇവർ സ്വീകരിച്ച ആരാധ്യന്മാർക്കൊന്നും ലാ യസ്തതീഊന, അവർക്ക് കഴിയില്ല നസ്റഹും, ഇവരെ സഹായിക്കുവാൻ, അവർക്കിവരെ സഹായിക്കുവാൻ കഴിയൂല. പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ നമ്മളോട് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിരുന്നിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വ്യക്തമായി തന്നെ പഠിപ്പിച്ചിരുന്നതാണ്. എന്ത്? ഇവര് എല്ലാവരെയും പടച്ചവനല്ലേ അള്ളാഹ്. ആ പടച്ചവനെ വിട്ടിട്ട് ഒന്നും പടക്കാത്ത ആൾക്കാരെയല്ലേ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത്. സൂറത്തുൽ അറാഫിലെ 191, 192 ആയത്തുകളിൽ അള്ളാഹു വ്യക്തമായി തന്നെ പറഞ്ഞു. എന്ത്? അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യഖ്ലഖൂൻ വലാ യസ്തതീഊന ലഹും നസ്റാ ولا يستطيعون لهم نصرا ولا أنفسهم ينصرون. അള്ളാഹ് ചോദിക്കാണ്, പുതുമയോടെ ചോദിക്കാണ്, എന്ത് പൊട്ടത്തരാ അവർ ചെയ്യുന്നത്? അയുശ്രികൂന, അവർ പങ്കുചേർക്കുകയാണോ? മാ ലാ യഖ്ലുഖു ശൈഅൻ, ഒന്നിനെയും പടക്കാൻ കഴിവില്ലാത്തവരോടല്ല ഇവർ സഹായം ചോടുന്നത്. അതേ അവസരത്തിൽ വഹും യുഖ്ലഖൂൻ, ഇവരാകട്ടെ പടക്കപ്പെട്ടവരുമാണ്. അപ്പോൾ പടപ്പുകളെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. വലാ യസ്തതീഊന ലഹും നസ്റാ, ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റൂല. ഈ മറ്റുള്ളവർക്ക് സഹായം ചെയ്യൽ പോട്ടെ, വലാ അൻഫുസഹും യൻസുറൂൻ, സ്വയം തന്നെ സഹായിക്കാൻ പറ്റുമോ? സ്വന്തം തന്നെ സഹായിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. മാത്രല്ല വഹും,
ഇവരാകട്ടെ ആര്? ഈ അറേബ്യൻ മുശ്രിക്കുകൾ ലഹും അവരുടെ ആരാധ്യന്മാർക്ക് ജുന്ദും മുഹ്ദറൂൻ സന്നദ്ധ സേനയാണ്. എന്താ ഒരു സന്നദ്ധ സേനയുടെ പ്രത്യേകത എന്താ? എപ്പോഴും പ്രൊട്ടക്ഷനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവരാണ് ഈ ആരാധ്യന്മാർ വേണം. ഈ ആരാധ്യന്മാരില്ലാതെ ഇവർക്ക് ഒന്നും നടക്കൂല. ഇവർ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്ക് ഈ ആരാധകരുടെ സഹായം വേണം. കാരണം ഇവരാണ് ഈ കല്ല് ചെത്തി കൂർപ്പിച്ചുണ്ടാക്കേണ്ടത്, ഇവരാണ് അതിനെ കൊടുന്ന് വെക്കുന്നത്, ഇവരാണ് അതിൻ്റെ മേൽ നെയ്യഭിഷേകം നടത്തേണ്ടത്, ഇവരാണ് അതിൻ്റെ പാലഭിഷേകം നടത്തുക, ഇവരാണ് അതിന് പൂമാല ചാർത്തുന്നത്. ഇതാനങ്ങോ ഒരു ഭാഗത്ത് നിൽക്കുന്നതാണ്. ഞാൻ സ്ഥാനത്ത് കബർ കൂട്ടിക്കോളും. ഇവരാണ് ഈ 4 വരി കബർ കല്ല് വെക്കുന്നത്, ഇവരാ സിമൻറ്റ് വെക്കുന്നത്, ഇവരാ പട്ട് മൂടുന്നത്, ഇവരാണ് അവിടെ വിളക്ക് കൊളുത്തുന്നത്, ഇവരാണ് അവിടെ പട്ടിൻ്റെ വസ്ത്രങ്ങളും കാര്യങ്ങളും പൂമാലയൊക്കെ കൊടുന്ന് ചേർത്തുന്നത്, ഇവരാണ് അതിൻ്റെ മീതെ ഓരോന്ന് കൊണ്ടുവന്ന് മൂടുന്നത്. അവിടെ കിടക്കുന്നവർക്കൊന്നിനോ പറ്റുമോ? പറ്റൂല. സ്വയം തന്നെ സഹായിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതാണ് പറയുന്നത്, വഹും ഇവരാകട്ടെ ലഹും ഇവരുടെ ആരാധ്യന്മാർക്ക് ജുന്ദുൻ സേവകരാണ്, പട്ടാളമാണ്. മുഹ്ദറൂൻ എന്ന് പറഞ്ഞാൽ സന്നദ്ധ സേന, ഹാജരാക്കപ്പെടുന്ന സേനയാണ്. അവരാരെങ്കിലും പറഞ്ഞോക്കണം, ജീവൻ കളയും. ഇവരെയാണ് പ്രതിരോധിച്ചിട്ട് അവരെ മധുവും കറാമത്തും കഴിവും ഒക്കെ പറഞ്ഞിട്ട് തൗഹീദിൻ്റെ ആൾക്കാരെ വായടപ്പിക്കാൻ നോക്കും. അത്ര വാചാലമായിട്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വേണം? ഈ ആരാധകന്മാർ വേണം. അങ്ങനെയാണ് ഇത് പെരുപ്പിച്ച് പർവ്വതീകരിച്ചുണ്ടാക്കൽ. അപ്പം ഈ കാര്യം സ്വന്തം തന്നെ സഹായിക്കാനാവാത്തവയാണല്ലോ നിങ്ങൾ വിളിച്ച് തേടുന്നത്. എന്തെങ്കിലും ഒരു ഉപദ്രവം തന്നിൽ നിന്ന് തന്നെ തട്ടി അകറ്റുവാൻ ഇവർക്കൊരിക്കലും സാധ്യമല്ല. നിങ്ങൾ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ എത്ര ആളുകളാണെന്നറിയോ ഇവരുടെ ആരാധ്യന്മാരുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. ഇപ്പം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അംർ ബിൻ ജമൂഹ് എന്ന് പറയുന്നൊരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ കടുത്ത ശിർക്കിൻ്റെ ആളായിരുന്നു. അംർ ബിൻ ജമൂഹ് വളരെ മുടന്തിയാണ്, അങ്ങേയറ്റത്തെ മുടന്ത ഉണ്ടായിരുന്നൊരു സഹാബിയാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ മക്കളായ മുആദ് എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു, മുഅവ്വദ് എന്ന് പറയുന്ന മോനുണ്ടായിരുന്നു. അവരൊക്കെ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ബാപ്പ പിന്നെ ആയി തന്നെ ഉറച്ചിക്കരുന്നു. ബാപ്പാക്കാണെങ്കിൽ കുടുംബ തറവാട്ട് വകയായിട്ട് എല്ലാ വീടുകളിലും അന്ന് അറബികളെ വീട്ടിലൊക്കെ ഓരോ വിഗ്രഹമുണ്ട്. അപ്പോൾ വാപ്പ ഇങ്ങനെ വിഗ്രഹത്തെ കൊടുന്നിങ്ങനെ റെഡിയാക്കി വെക്കും. മക്കൾ ആദർശം സ്വീകരിച്ചതിന് ശേഷം വാപ്പാൻ്റെ കണ്ണ് തെറ്റിച്ചാൽ ഈ വിഗ്രഹത്തെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ചാണകക്കുഴി ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ടുണ്ട്. നേരം വെളുത്ത് നോക്കുമ്പോൾ വാപ്പ കാണുക ഈ അമേദ്യവും ചാണകവും എല്ലാ വൃത്തികേടുകളും കുമിഞ്ഞു കൂടുന്നതിൽ ഇതിനെ കൊണ്ടുപോയിട്ടിട്ടുണ്ടാവും. ഒരു ദിവസം അപ്പോൾ പാപ്പ പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബേജാറായിട്ട് ആകെ പ്രയാസപ്പെട്ട് ഇതിനെടുത്തു കൊണ്ടുവരും, ഇതിനെ കുളിപ്പിക്കും, ഇതിനെ അത്രയൊക്കെ പറ്റിയിട്ട് വീണ്ടും പരിയിൽ തന്നെ അവിടെ സ്ഥാപിക്കും. ആ മക്കളിത് കണ്ട് ഇങ്ങനെ അപ്പുറത്ത് നോക്കി ചിരിക്കും. പിറ്റേന്നും തന്നെ ഈ മക്കൾ അങ്ങനെ 2-3 തവണ ആവർത്തിച്ചപ്പോൾ ദേഷ്യം പിടിച്ചു ഇദ്ദേഹത്തിന്. വാപ്പ പറഞ്ഞു, വാള അതിൻ്റെ കഴുത്തിലാണ് കൊളുത്തിട്ട് കൊടുത്തു. എനിക്ക് കഴിവുണ്ടെങ്കിൽ ഇജ്ജ് നോയിക്കോ എന്നെ. അതും കൊളുത്തിട്ടാണ് പോയി. മക്കളതും കാണുന്നുണ്ട്. ഇത് കണ്ടു മക്കൾ. മുആദും മുഅവ്വദും വന്നിട്ട് പതുക്കെ ഇതിനെടുത്തിട്ട് എന്ത് ചെയ്തു? ആപ്പ ഉറങ്ങിയെന്നുണ്ടെങ്കിൽ ചാണകക്കുഴിയിൽ കൊണ്ടേട്ടു എന്ന് മാത്രമല്ല, അന്ന് അവിടെ ഒരു ചത്തൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിനെയും കൂടി ഇതിൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് ഒരു ചത്ത പട്ടിയും ഇതും കൂടി ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ കുഴി കിടക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ കാഴ്ചയാണ് പിന്നെ ആര് കാണുന്നത്? അപ്പം ഇദ്ദേഹത്തിന് കത്തി എന്നാണ്. നോക്കണം നിങ്ങൾ, ഓരോരുത്തർക്ക് ഹിദായത്ത് കിട്ടുന്നതിൻ്റെ ടേണിംഗ് പോയിന്റുകളാണ് പറയുന്നത്. ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ അംർ ബിൻ ജമൂഹ് എന്ന് പറയുന്ന ഈ സഹാബി, അദ്ദേഹം ഇത് കണ്ടിട്ട് പാടുകയാണ്, തല്ലാഹി ലൗ കുൻത ഇലാഹൻ ലം തകുൻ അൻത വകൽബുൻ വസ്തബിരിൻ ഫീ ഖറൻ ഉഫിൻ ലിമസ്റഇക ഇലാഹൻ മുസ്തദൻ അല്ലാന ഫത്തശനാക അൻ സൂഇൽ ഗബൻ فالحمد لله العلي ذي المنن الواهب الرزاق ديان الدين هو الذي أنقذني من قبل أن أكون في ظلمات قبر مرتهن. നബിൻ്റെ അടുത്ത് പോയിട്ടാണ് അദ്ദേഹം ഇസ്ലാമാണ് സ്വീകരിക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? ചങ്ങാനും ഇലാഹായിരുന്നുവെങ്കിൽ നീയും ചത്ത പട്ടിയും കൂടി ഇങ്ങനെ ഒരു കുഴി കിടക്കുമോ? ഞാനല്ലേ എൻ്റെ അടുത്ത് വാള് തന്നീന്നത്, എനിക്ക് എന്നെ സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിയില്ലെങ്കിൽ പിന്നെ ഇജ്ജെന്ത് ഇലാഹാണ്?
ആ വർത്താനാണ്. എന്നിട്ട് അവസാനം പറയാണ് ഫൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും, അവൻ എന്നെ രക്ഷപ്പെടുത്തിയാലോ, ഞാൻ മരിച്ച് ഖബറിന്റെ മണ്ണറയിലാകുന്നതിന്റെ മുമ്പ് എനിക്കിരുന്ന് രക്ഷപ്പെടാൻ പറ്റിയല്ലോ. ഇതേപോലെ ധാരാളം സംഭവങ്ങളുടെ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ വേറെ ഒരു സഹാബിയുടെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായത്. അദ്ദേഹം ഒരു വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് നൈവേദ്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. നൈവേദ്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ദൂരത്ത് തന്നെ കാണുന്ന കാഴ്ച കുറുക്കനുണ്ട് അതിൻ്റെ തലയിൽ കൂടി ഇങ്ങനെ മൂത്രയിക്കണം. തൻ്റെ പ്രധാനപ്പെട്ട ആരാധനാണ്, അതിൻ്റെ തലയിൽ കൂടി ഇങ്ങനെ മൂത്രയിക്കണം. തല മുതൽ കാല് വരെ മൂത്രം അങ്ങനെ വലിച്ചു നിൽക്കുകയാണ്. ഇയാളെ കണ്ട് കുറുക്കനാണ് പോകും ചെയ്തു ആട്ടിയേക്ക്. ഇയാൾ എന്നാട്ടണം, അല്ലാതെ പൈനാട്ടാൻ പറ്റൂലല്ലോ. അത് കേട്ടോടുകൂടെ ഇയാൾ അവിടെ വെച്ച് പാടിയെന്നാണ് فلا خير في رب نأته المطالب برئت من الأصنام في الأرض كلها وآمنت بالله الذي هو غالب رب يبول الثعلبان برأسه. തലയിൽ കൂടി കുറുക്കന്മാരൊക്കെ മൂത്രയിക്കുന്നു, റബ്ബാകാൻ പറ്റുമോ? അതുപോലും തടയാൻ പറ്റൂലേ. പിന്നെ എന്താ റബ്ബാണ്? കുറുക്കനൊക്കെ മൂത്രയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓനേക്കാണ് നിന്യൻ ആരാളുള്ളത്? റബ്ബാണെങ്കിൽ സ്വയമെങ്കിലും ഒന്ന് പ്രതിരോധിക്കാതിരുന്നില്ലേ? അതുകൊണ്ട് ദുന്യാവിൽ കാണുന്ന ഈ വക എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാനിതാ ഒഴിവായിരിക്കുന്നു. അവസാനം പറഞ്ഞു ആമൻതു ബില്ലാഹില്ലദീ ഹുവ ഗാലിബ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ഇതേപോലെ. ഇന്നും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ. ഓരോരുത്തരുടെ നിസ്സഹായാവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ പലയിടത്തും ചെന്നിട്ട് ആളുകൾ കാട്ടിക്കൂട്ടുന്ന പല പ്രവർത്തനങ്ങളും കണ്ടിട്ട് ഇതൊക്കെയാണോ അവരുടെ അവസ്ഥ എന്ന് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള എത്രയോ ആളുകളുണ്ട്, തൗഹീദ് സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പം സഹോദരങ്ങളെ, ഇവർക്ക് വേണ്ടി ഇങ്ങോട്ട് ജീവൻ കളയുന്നതാണ്. അതാണ് വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഇവർ വേണം എല്ലാം ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നതും ഇവരുടെ പട്ടാളമൊക്കെ ആയിട്ട് ആരാളുള്ളത്? ഈ ആരാധകന്മാരുള്ളത്. ആരാധ്യന്മാരുടെ സേവനത്തിനും അവരെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ എതിർത്ത് പറഞ്ഞാൽ ഗണ്ണന പ്രസംഗം നടത്താനും വധപ്രതിവാരം നടത്താനും അവരുടെ കറാമത്ത് പറയാനും പോരിശ പറയാനും ഒക്കെ അവർക്കൊക്കെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും അവർക്ക് വേണ്ടി ചിന്താബാധ വിളിക്കാനും അവരാണ് ലോകം മുഴുവൻ എന്നൊക്കെ പറയാനൊക്കെ ആരാള്? ചില ആൾക്കാരുണ്ട്, ഓലാണ്. അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവരൊന്നും ഇവിടെ ഒന്നുമല്ല. റഹ്മാനായ റബ്ബിനെക്കുറിച്ച് പറയാൻ ആരുണ്ട്? റബ്ബിനെക്കുറിച്ച് പറയാൻ ഇവിടെ ആരുണ്ട്? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആയത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. എന്താ ഇപ്പം നമ്മൾ പറഞ്ഞത്? ലാ യസ്തതീഊന, ഈ ആരാധ്യന്മാർക്ക് അഥവാ അവരുടെ ഇലാഹുകൾക്ക് കഴിയൂല നസ്റഹും, ഈ ആരാധകരെ സഹായിക്കാൻ സാധ്യമല്ല, സഹായിക്കാൻ പറ്റൂല. ഒരിക്കലും സഹായം ചെയ്യാൻ പറ്റില്ല. അള്ള പറഞ്ഞതാണ്, നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കൂല. നീ കേട്ടു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല, അവർക്കതിന് കഴിയൂല. കാരണം അവർ തന്നെയും അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമായിട്ടിരിക്കുന്നവരാണ്. അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞതെന്താണ്? വഹും, ഇവരാകട്ടെ, ഈ ആരാധിക്കുന്ന മുശ്രിക്കുകൾ, ലഹും, അവരാരാധിക്കുന്ന വിഗ്രഹങ്ങളെ, ജുന്ദുൻ, അവരുടെ സൈന്യങ്ങളാണ്, മുഹ്ദറൂൻ, ഹാജരാക്കപ്പെടുന്ന സൈന്യങ്ങളാണ്. അവർക്ക് വേണ്ടി വാദിക്കാനും തർക്കിക്കാനും ഒക്കെ ഇവർ വേണം. ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവെക്കാനും അത് പടുത്തുണ്ടാക്കാനും അവിടെ അത് നടത്താനും ഇത് നടത്താനും ഉറൂസ് നടത്താനും അവിടെ വേല നടത്താനും ഇവിടെ പൂരം നടത്താനും ഇവിടെ മറ്റേ വേല നടത്താനും ഒക്കെ ഒരു ആളുകൾ വേണം. അല്ലാതെ അവർക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇനി മറ്റൊരു വ്യാഖ്യാനമുണ്ട്, രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം. അതെന്താണെന്നറിയോ? വഹും, അപ്പോൾ വഹും എന്ന് പറഞ്ഞാൽ ഈ ആരാധ്യന്മാർ, ഈ ആലിഹത്തുകൾ, ലഹും, ഇവരെ ആരാധിച്ച ആളുകൾക്കുള്ള ജുന്ദുൻ മുഹ്ദറൂൻ, നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്ന പട്ടാളത്തിൻ്റെ നേതാക്കന്മാരാണ്. അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞവരുമുണ്ട്. പക്ഷേ അതിനേക്കാൾ, അതായത് നാളെ പരലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരോടും പറയും, നിങ്ങൾ ആരാധിച്ചിരുന്ന, അതായത് സ്വയം ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരെ ആരാധിച്ചിരുന്ന ആളുകളെ നോക്കിയിട്ട് അള്ളാഹു തആല പറയും, നിങ്ങൾ ആരെയാണോ പൂജിച്ചിരുന്നത് അവരെ പിന്നാലെ പോയിക്കോളിന്ന്. അങ്ങനെ ഓരോരുത്തരെ ആരാധിച്ചിരുന്നു ഓരോരുത്തരെ പിന്നാലെ പോകും. ഒക്കെ കൊണ്ടുപോകണത് എങ്ങോട്ടന്നെ? നരകത്തിലേക്ക്. എല്ലാവരും നരകത്തിൽ ഒന്നിച്ചു വന്ന് വീഴുന്നവരാണ്. അപ്പോൾ ആ ഒരു വ്യാഖ്യാനവും പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ അതിലെ വ്യക്തതയും അതുപോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന നിലക്കും നമുക്ക് ആദ്യം പറഞ്ഞ വ്യാഖ്യാനമാണ് ഉള്ളത്. എന്തായിരുന്നാലും
ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് വരെ സഹായിക്കാൻ ദുന്യാവൊന്നും പറ്റൂല, ആഖിറത്തൊന്നും പറ്റൂല. അപ്പം ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ഗൗരവത്തോടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് ഇപ്പോൾ സൂറത്ത് യാസീനിലെ ഈ 2 ആയത്തിലൂടെ. ഇത് നമ്മൾ വ്യക്തമായിട്ടുണ്ടാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞിടത്തൊക്കെ ഒന്നുകൂടി പറയണം, യാസീനിലാണിത്. ഈ യാസീനാണ് ജാറും മൂടിയോടത്തും ദീർഘയിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അവരെ വിളിച്ച് തേടാൻ വേണ്ടി. യാസീൻ ഓതിയാൽ അവരറിയും, വിളക്ക് കത്തിച്ചാൽ അവരറിയും, നേർച്ചയാക്കിയാൽ അവരറിയും. അങ്ങനെ നമുക്ക് വേണ്ടി നമ്മളെ രോഗം മാറ്റിത്തരും, നമുക്ക് വേണ്ടി അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ വേഗം റെഡിയാക്കി തരും, അസുഖം മാറും, വിസ ശരിയാക്കി തരും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കും, എന്തൊക്കെ ആൺകുട്ടികൾ മാത്രമുള്ളവർക്ക് പെൺകുട്ടികളെ കൊടുക്കും, പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് ആൺകുട്ടികളെ കൊടുക്കും, രണ്ടും തീരില്ലാത്തവർക്ക് കുട്ടിനെ കൊടുക്കും. 100 കൂട്ടം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു അല്ലാത്ത ആളുകൾ അത് കുത്തിവെക്കപ്പെട്ട വിഗ്രഹമാണെങ്കിലും കിടത്തിവെക്കപ്പെട്ട ജാറമാണെങ്കിലും കല്ലുകളാണെങ്കിലും മരങ്ങളാണെങ്കിലും ഒക്കെ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇവരെ സഹായിക്കണം എന്നുള്ള നിലക്കാണ് അവർക്ക് ഈ നിലക്കുള്ള ആരാധനകളും പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളൊക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അല്ലാഹ് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടൂല. ലാ യസ്തതിഊന നസറഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. വളരെ ഗൗരവത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ സന്ദേശങ്ങളെ മുഖവിലക്കെടുക്കുന്ന, അതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും അപാകതകളും ന്യൂനതകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.